ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 2024-25 കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ച് പാർലമെന്റ്. തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉന്നയിച്ച് പ്രതിപക്ഷം. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമെന്ന ആരോപണവുമായി INDI സഖ്യം. ആരോപണം നിഷേധിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്ത് റെയിൽവേ വികസനത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ ട്രാക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തിരച്ചിൽ ഊർജിതം. ഗംഗാവലി നദിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി തടഞ്ഞ് കേരള ഹൈക്കോടതി. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ടോസ് നേടിയ തായ്ലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. 2024-25 കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് പാർലമെന്റിൽ നടന്നു. തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ പ്രതിപക്ഷം ഉന്നയിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരന്തരം വർദ്ധിച്ചു വരുന്നതായി കോൺഗ്രസ് MP കുമാരി സെൽജ ലോക്സഭയിൽ ആരോപിച്ചു. അഗ്നിവീർ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ശ്രീമതി സെൽജ ബജറ്റ് പ്രഖ്യാപനത്തിൽ കർഷകരെ കേന്ദ്ര സർക്കാർ മറന്നതായും പറഞ്ഞു. കർഷകർക്ക് നൽകുന്ന കുറഞ്ഞ താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകണമെന്നും പ്രതിദിനം കുറഞ്ഞ കൂലി 400 രൂപയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ രാജ്യത്തെ സാമ്പത്തിക മേഖല സുതാര്യമായതായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJP MP ബിപ്ലബ് കുമാർ പറഞ്ഞു. 2023-24 അടിസ്ഥാന സൌകര്യ വികസനം, തൊഴിൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ബജറ്റിൽ പല സംസ്ഥാനങ്ങളെയും തഴഞ്ഞതായി പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. രാജ്യസഭയിലും കേന്ദ്ര ബജറ്റ്, ജമ്മു കശ്മീരിന്റെ ബജറ്റ് എന്നിവ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് കോൺഗ്രസ് MP P ചിദംബരം തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചു. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കുന്ന യഥാർത്ഥ കണക്കിനേക്കാൾ വളരെ കൂടുതലാണ് പണപ്പെരുപ്പമെന്ന് ശ്രീ ചിദംബരം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ BJP MP രത്തൻ മോഹൻ ദാസ് അഗർവാൾ എടുത്തു പറഞ്ഞു. രാജ്യം 8% മുകളിലുള്ള വളർച്ചാ നിരക്കിന് സാക്ഷ്യം വഹിക്കുകയാണെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടിയെന്നാരോപിച്ച് INDI സഖ്യ അംഗങ്ങൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണന നൽകണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുക അനുവദിച്ചതിലെ വിവേചനത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ആരോപണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിഷേധിച്ചു. തെറ്റിദ്ധാരണ പരത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. 2024-25 കേന്ദ്ര ബജറ്റ് വികസിത ഇന്ത്യയ്ക്ക് വഴിയൊരുക്കുമെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം ചെയ്യുമെന്നും കേന്ദ്ര നിയമ നീതി വകുപ്പ് മന്ത്രി അർജുൻ റാം മേഘ്വാൾ ന്യൂഡൽഹിയിൽ ഒരു വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047-നായുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ബജറ്റിലുള്ളതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീതി നിർവഹണത്തിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, ബജറ്റ് വിഹിതം തുടങ്ങിയവ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ വെബിനാറിന്റെ ഭാഗമായി നടന്നു. ശബരി റെയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാരിന്റെ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതിയുടെ സാധ്യതാ പഠനം നടന്നുവരുന്നതായും ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. 459 ഹെക്ടർ ഭൂമി ആവശ്യമായിടത്ത് സംസ്ഥാന സർക്കാരിന് 62 ഹെക്ടർ സ്ഥലം മാത്രമാണ് ഏറ്റെടുക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UPA ഭരണകാലത്തിനെ അപേക്ഷിച്ച് കേരളത്തിലെ റെയിൽ പദ്ധതികൾക്കായി നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ തുക അനുവദിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. രാജ്യത്ത് 2014 മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ 5 ലക്ഷത്തോളം നിയമനങ്ങൾ നടത്തിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദക്ഷിണ മധ്യ റെയിൽവേയിൽ 1465 കിലോമീറ്റർ പാതയിൽ ട്രെയിനുകളുടെ കൂട്ടിയിടി തടയുന്ന കവച് സംവിധാനം സ്ഥാപിച്ചതായും അദ്ദേഹം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സാങ്കേതിക വിദഗ്ധർ, സബ് ഇൻസ്പെക്ടർമാർ, റെയിൽവേ സുരക്ഷാ സേനയിലെ കോൺസ്റ്റബിൾമാർ എന്നീ തസ്തികകളിലേക്ക് 32,000 വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഗ്രൂപ്പ് സിയിലെ നിയമനങ്ങൾ സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം ഈ വർഷം മുതൽ വാർഷിക കലണ്ടർ പുറത്തിറക്കുമെന്നും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. ലോക്കോ പൈലറ്റുമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി നിരവധി നടപടികൾ സ്വീകരിച്ചു. 7,000-ലേറെ ലോക്കോകളിൽ AC സൌകര്യമുണ്ടെന്നും സിഗ്നലുകൾ കണ്ടെത്തുന്നതിനും പ്രധാന അടയാളങ്ങൾ വ്യക്തമാകുന്നതിനും GPS അധിഷ്ഠിത സംവിധാനം നിലവിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ കുറഞ്ഞതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിലും 2.52% ഇരട്ടി വർധന ഉണ്ടായിട്ടുണ്ട്. ഡൽഹി മുംബൈ, ഡൽഹി ഹൌറ ഇടനാഴികളിൽ 3000 കിലോമീറ്ററിൽ കവച് സംവിധാനം സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കി പകരം സംസ്ഥാനതല മെഡിക്കൽ പ്രവേശന പരീക്ഷ പുനഃസ്ഥാപിക്കാൻ നിലവിൽ നിർദ്ദേശമില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുദാർ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ജൂണിൽ നടന്ന UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതായും ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും തടയുന്നതിനുള്ള ബിൽ ബീഹാർ നിയമസഭ ഇന്ന് പാസാക്കി. ഗുരുതര കേസുകളിൽ 3 വർഷം മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. മന്ത്രി വിജയ് കുമാർ ചൌധരിയാണ് ബിൽ അവതരിപ്പിച്ചത്. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പൊതുസ്ഥാപനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്ത് റെയിൽവേ വികസനം പൂർണ്ണമാകണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. കേരളത്തിന് ഈ വർഷം 3011 കോടി രൂപയുടെ റെയിൽ വകയിരുത്തലുണ്ടായിട്ടുണ്ട്. 35 സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി പുനർവിന്യസിപ്പിക്കും. പാലക്കാട് ഡിവിഷൻ വിഭജനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളിയ അദ്ദേഹം വിഴിഞ്ഞം നേമം ലൈൻ ചർച്ചയിലാണെന്ന് അറിയിച്ചു. നേമത്ത് പുതിയ കോച്ചിംഗ് ഡിപ്പോ വരും. 2500-ലധികം ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഈ വർഷം പുറത്തിറങ്ങുമെന്നും കേരളത്തിന്റെ ട്രാക്ക് ശേഷി വർദ്ധിപ്പിക്കുകയാണ് മുൻഗണനയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം ഡിവിഷനിൽ 110 കിലോമീറ്റർ സ്പീഡ് കൈവരിച്ചതായും സമയനിഷ്ഠയിൽ ദക്ഷിണ റെയിൽവേ മുന്നിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. ഗംഗാവലി നദിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് വെല്ലുവിളിയായി. ട്രക്ക് പുറത്തെടുക്കാൻ ജില്ലാ ഭരണകൂടം കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. സംസ്ഥാന സർക്കാർ ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെയാണ് ഒരാഴ്ചത്തേക്ക് സ്റ്റേ നൽകിയത്. റിപ്പോർട്ട് പരസ്യമാക്കുന്നത് കമ്മീഷനിൽ മൊഴി നൽകിയ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ഹർജിക്കാരൻ വാദിച്ചു. 2017-ലാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയോഗിച്ചത്. കേരളത്തിൽ നിപ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം മലപ്പുറം ജില്ലയിലെത്തി. ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ നിപ കൺട്രോൾ റൂം സംഘം സന്ദർശിച്ചു. നിപ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലും സംഘമെത്തി. വൈകിട്ട് കളക്ടറേറ്റിൽ നടന്ന നിപ അവലോകന യോഗത്തിലും കേന്ദ്ര സംഘം പങ്കെടുത്തു. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ശ്രീലങ്ക തായ്ലൻഡ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ തായ്ലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ മലേഷ്യയ്ക്കെതിരെ ബംഗ്ലാദേശ് 114 റൺസിന് വിജയിച്ചു. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ വിമാനം തകർന്ന് 18 പേർ മരിച്ചു. ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. 19 സാങ്കേതിക വിദഗ്ധരുമായി പൊഖാറയിലേക്ക് പോവുകയായിരുന്ന ശൌര്യ എയർലൈൻസിന്റെ വിമാനമാണ് പറന്നുയരുന്നതിനിടെ തകർന്നു വീണത്. ജീവനക്കാരിൽ ഒരാളെ രക്ഷപ്പെടുത്തി. കോടതിയുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയായിരിക്കും പുതിയ പ്രവൃത്തി സമയം. അവധി ദിവസങ്ങളിലും മാസത്തിലെ 2-ാമത്തെയും 4-ാമത്തെയും ശനിയാഴ്ചകളിലും കോടതിയുടെ ഓഫീസ് പ്രവർത്തിക്കില്ലെന്ന് സുപ്രീംകോടതി വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. ഓഗസ്റ്റ് 1 മുതൽ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ച പാർലമെന്റ്. തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉന്നയിച്ച് പ്രതിപക്ഷം. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമെന്ന ആരോപണവുമായി INDI സഖ്യം. ആരോപണം നിഷേധിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്ത് റെയിൽവേ വികസനത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണം അനിവാര്യമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. കേരളത്തിന്റെ ട്രാക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി.
കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തിരച്ചിൽ ഊർജിതം. ഗംഗാവലി നദിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൽക്കാലികമായി തടഞ്ഞ കേരള ഹൈക്കോടതി. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ടോസ് നേടിയ തായ്ലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.